അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ 6 നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് വളരെയേറെ അമൂല്യമായ ഒരു നിധിയാണ്. ഫലപ്രദമായി കൊണ്ട് തന്നെ നാം അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സൂക്തങ്ങളിലായിക്കൊണ്ട് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പവിത്രതയും അതിൻ്റെ മഹാത്മ്യവും നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 2 അനുഗ്രഹങ്ങളിൽ പല ആളുകളും വഞ്ചിതരാണ്. അത് ഒന്ന് ആരോഗ്യമാണ്. അത് അല്ലാഹു തആല തന്ന വലിയ നിഅമത്താണ് ആരോഗ്യം. അതുപോലെ തന്നെ അല്ലാഹു തആല തന്ന മറ്റൊരു നിഅമത്താണ് ഒഴിവ് സമയം. ഒഴിവ് സമയം നമ്മൾ ദുനിയാവും ആഖിറവും ലഭിക്കാത്ത രൂപത്തിൽ അതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയുസ്സിനെ ചെലവഴിച്ചതിനെക്കുറിച്ചും അറിവ് പ്രാവർത്തികമാക്കാത്തതിനെക്കുറിച്ചും പണം സമ്പാദിച്ചതിനെക്കുറിച്ചും അത് ചെലവഴിച്ചതിനെക്കുറിച്ചും ശരീരത്തിനെ ഉപയോഗിച്ചതിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടാതെ ഒരടിമക്കും അവൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നമ്മൾ വിനിയോഗിച്ച സമയം ഏത് രൂപത്തിലൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയതെന്ന് കൃത്യമായി കൊണ്ട് ഓരോ സെക്കൻഡിനും നാളെ ചോദ്യമുണ്ടാകുമെന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശേഷമായി ഈ മാസത്തിൽ നാം ഒരുപാട് സമയം മൊബൈൽ ഫോണിലായിക്കൊണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്രയോ സുഹൃത്തുക്കൾ ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പരമാവധി അത്യാവശ്യത്തിന് മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങളൊക്കെ നന്മയിലായിക്കൊണ്ട് നാം സമയം ചെലവഴിക്കണം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.